ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാൻ പോവാണ് അല്ലേ. നമ്മൾ 23 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നവംബർ 23 വരെയുള്ള നോക്കിയിട്ടുണ്ട്. അപ്പോൾ നവംബർ 1 മുതലുള്ള നമ്മളുടെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർ അത് മുതൽ കണ്ടുവരിക. നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവംബർ 24 മുതൽ 26 വരെയുള്ള 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സുകളാണ്. 24, 25, 26 തീയതികളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കറണ്ട് അഫയേഴ്സിലേക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ. നമ്മളുടെ ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായിട്ട് പുതിയ അഡ്മിഷനൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ഒരു ബാച്ച്, രാത്രി 9 മണിക്ക്. ഇത് രണ്ടും 1 ഇയർ റെഗുലർ കോഴ്സുകളാണ്. അതുകൂടാതെ 6 മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് വരുന്നുണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിസംബർ അവസാനത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് പ്രിലിമിനറി പരീക്ഷ അനായാസം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് കോഴ്സ്, ഒരു 6 മാസത്തെ. ഓക്കെ, അപ്പോൾ അത് ഈ ഡിസംബർ സെക്കൻഡ് വീക്കോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് രാത്രി 8 മണി മുതൽ 9 മണി 9:30 വരെയാണ് ആ സമയം വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ് നവംബർ 24 മുതൽ 26 വരെ ഉള്ളതാണ്. അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നവംബർ 25 ഒരു പ്രത്യേകതയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമാണ് നവംബർ 25. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെയൊക്കെ ഒരു ബോധവൽക്കരണമാണ് ഈ ഒരു ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 1960 ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്ന മിറാബൽ സഹോദരിമാർ, അവർ ആ കൊല്ലപ്പെട്ട ദിനമാണ് ഈ നവംബർ 25 എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സ്മരണയ്ക്കായിട്ട് 2000 മുതൽ UN എന്താഘോഷിക്കുന്നുണ്ട്? ഈ ഒരു ദിനം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ദിനമായിട്ടാണ് എന്താചരിക്കുന്നത്? നവംബർ 25 ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു പരിപാടി നോക്കാം. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക പ്രചരണ പരിപാടിയാണ് അബ് കോയി ബഹാന നെഹി. അബ് കോയി ബഹാന നെഹി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രചരണ പരിപാടിയാണ് ഇത് അബ് കോയി ബഹാന നെഹി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നു അല്ലേ. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രചാരണം നടക്കുന്നത്. ഏതാണ് ആ പ്രചാരണം? അബ് കോയി ബഹാന നെഹി. കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയവും ഗ്രാമീണ വികസന മന്ത്രാലയവും UN വിമൺ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര ദിനം നവംബർ 25. എന്ത് ദിനമാണ്? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമാണ് നവംബർ 25. ഓക്കെ, ഇനി നവംബർ 26 ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. നമ്മുടെ ഭരണഘടനാ ദിനവും നിയമദിനവുമായിട്ട് ആഘോഷിക്കുന്ന ഏതാണ്? നവംബർ 26. നവംബർ 26. അതായത് നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതിൻ്റെ 75ാം വാർഷികമാണ് ഈ വർഷം 2024 നവംബർ 26 ആഘോഷിക്കുന്നത്. 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നുള്ളത് ഏതൊരു PSC ഉദ്യോഗാർത്ഥിയും ആദ്യം പഠിക്കുന്നൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരം ലഭിച്ചപ്പോഴായിരുന്നു 1949 നവംബർ 26 അല്ലേ. ആ ദിവസമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ഭരണഘടനാ ദിനമായിട്ടും നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 75ാം വാർഷികമാണ് ഈ 2024 ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച ദിവസം നമ്മൾ പറഞ്ഞു 1949 നവംബർ 26. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം, ഈ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന എന്ന് മുതലാ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താണ്? 1950 ജനുവരി 26 ഭരണഘടന പ്രാബല്യത്തിൽ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 തീയതികൾ മറക്കരുത്. PSC ഉദ്യോഗാർത്ഥികൾ ഭരണഘടന പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട 2 തീയതികളാണ്. 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച ദിവസവും 1950 ജനുവരി 26 ഭരണഘടന പ്രാബല്യത്തിൽ വരുന്ന ദിവസം. അതുപോലെ 1950 ജനുവരി 26 മറ്റൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം കൂടെയാണ്.
ഓക്കെ. അപ്പോൾ ഈ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് വിപുലമായ പരിപാടികളൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടിയാണ് ഹമാരാ സംവിധാൻ ഹമാരാ സ്വാഭിമാൻ. ഹമാരാ സംവിധാൻ ഹമാരാ സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നമ്മുടെ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഭരണഘടനാ ദിനവും നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് നവംബർ 26. ഓക്കെ. ഇനി മറ്റൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വന്നത് ഹരിയാനയിലെ സോനിപത്തിലാണ്. ഹരിയാനയിലെ സോനിപത്ത്. ഇന്ത്യയിലെ ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വന്നത് ഹരിയാനയിലെ സോനിപത്ത്. ഓക്കെ. അതുപോലെ നവംബർ 26 മറ്റൊരു പ്രത്യേകതയാണ് ദേശീയ ക്ഷീരദിനം. ദേശീയ ക്ഷീരദിനം നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ധവള വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നവംബർ 26 എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ. ഇപ്പം നിലവിലത്തെ കണക്ക് പ്രകാരം പാലുൽപാദനത്തിൽ മുന്നിലുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം തന്നെയാണ്. ഇന്ത്യയാണ് നിലവിലെ കണക്ക് പ്രകാരം പാലുൽപാദനത്തിൽ മുന്നിലുള്ള രാജ്യം. 2023-24 കാലയളവിൽ നമ്മുടെ ക്ഷീരോത്പാദനം നോക്കിക്കഴിഞ്ഞാൽ 3.78% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. 3.78% വർദ്ധിച്ച് ഏകദേശം 23.93 കോടി ടണ്ണിലെത്തിയിട്ടുണ്ട് നമ്മുടെ 2023-24 ക്ഷീരോത്പാദനം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം പാലുൽപാദനത്തിൽ മുന്നിലുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ. ഇനി കേരളത്തെ സംബന്ധിക്കുന്നൊരു വാർത്തയാണ്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന ബോൺമാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബോൺമാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ ബോൺമാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാ? കേരളം. അതുപോലെ ഇനി കോട്ടയത്ത് നിന്നുള്ളൊരു വാർത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വന്നത് കോട്ടയത്താണ്. അക്ഷരം എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം എവിടെ നിലവിൽ വന്നു? കോട്ടയത്ത് നിലവിൽ വന്നു. സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയം ജില്ലയിലെ നാട്ടകത്ത് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? കോട്ടയത്താണ്. എന്താ എൻ്റെ പേര്? അക്ഷരം അക്ഷരം അക്ഷരം. ഓക്കെ. അതുപോലെ 2024 JCB പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഉപമന്യു ചാറ്റർജി. ഉപമന്യു ചാറ്റർജി 2024 JCB പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ കൃതി ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് JCB പുരസ്കാരം അർഹമായത്. അപ്പോൾ 2024 JCB പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജി. ഓക്കെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ചത് കേരള വിവരാവകാശ കമ്മീഷനാണ്. കേരള വിവരാവകാശ കമ്മീഷൻ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്താണ്? സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഫയൽ കാണാതാകുന്നത് എന്ത് കുറ്റമാണ്? ക്രിമിനൽ കുറ്റമാണ്. സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഫയൽ കാണാതാകുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ച ആരാണ്? കേരള വിവരാവകാശ കമ്മീഷനാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഏകദേശം 10ഓളം പോയിന്റുകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇതെല്ലാവരും എപ്പോഴും പറയാറുള്ള പോലെ എഴുതി പഠിക്കുക. ഓക്കെ. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സൊക്കെ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വരും ദിവസങ്ങളിൽ നമ്മൾ ദിവസേന ഉള്ളതാണ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നവംബർ 1 മുതൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മുടെ ഈ ഒരു നവംബർ 1 തീയതി മുതലുള്ള കറണ്ട് അഫയേഴ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ കോഴ്സിൽ ചേരാനുള്ള റെഗുലർ കോഴ്സ് ആയിക്കോട്ടെ ക്രാഷ് കോഴ്സ് ആയിക്കോട്ടെ ചേരാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമ്മൾ 20 മുതൽ 25 പേരെ വെച്ചിട്ടാണ് ഓരോ ബാച്ചുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചേരുന്ന അഡ്മിഷൻ വരുന്നതനുസരിച്ചിട്ട് നമ്മളതിൻ്റെ ബാച്ചും എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായവുമായിട്ട് താങ്ക് യു.